Hello friends, Technique Malayalamത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇത് നമ്മൾ അൺബോക്സിംഗ് ചെയ്യാൻ പോകുന്നത് OnePlusന്റെ ഏറ്റവും പുതിയ ടാബ്ലറ്റ് ആണ്. ഇൻഫാക്ട് OnePlusന്റെ ഫസ്റ്റ് ടാബ്ലറ്റ് ആണ് ഇന്ത്യയിൽ. OnePlus Pad എന്നാണ് ഇതിന്റെ പേര്. അപ്പോൾ ഇതിന്റെ വളരെ ക്വിക്കായ ഒരു അൺബോക്സിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. ഇത് ഇന്ത്യയിൽ അനൗൺസ് ചെയ്തിട്ട് രണ്ട് വേരിയന്റ് ആണ് അവൈലബിൾ ആണ്. 8GB RAM 12GB RAM ആണ് വരുന്നത്. 8GB RAM ന് 37,999 രൂപയാണ് വരുന്നത്. അതേപോലെ നമുക്ക് കിട്ടുന്നത് 12GB RAM 256GB സ്റ്റോറേജും 39,999 40,000 രൂപയാണ്. ടോപ്പ് എൻഡ് വേരിയൻറ്റ്. അതിൻ്റെ താഴത്തെ വേരിയൻറ്റ് 38,000 രൂപയാണ്. അപ്പോൾ OnePlus പാഡിൻ്റെ കൂടെ തന്നെ OnePlus അവരെ സ്റ്റൈലസ് ഇറക്കിയിട്ടുണ്ട്. OnePlus സ്റ്റൈലോ എന്ന് പറയുന്നത്. പിന്നെ OnePlus മാഗ്നറ്റിക് കീബോർഡും ഉണ്ട്. അപ്പോൾ ഈ 3 പാക്കേജാണ് ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 3 തന്നെ കിട്ടിയിട്ടുണ്ട്. വളരെ ക്വിക്കായിട്ട് ഇതിൻ്റെ അൺബോക്സിങ് ചെയ്യാം. ഇതാണ് ബോക്സ് പാക്കേജ്. OnePlus പാഡ് എന്ന രീതിയിലാണ്. ബാക്കിൽ കാര്യമായ ഡീറ്റെയിൽസ് ഒന്നും തന്നെ ഇല്ല. ജസ്റ്റ് ബേസിക് ഇൻഫർമേഷൻ മാത്രമേ ഉള്ളൂ. നമുക്ക് കിട്ടിയിരിക്കും 12+ 256GB സ്റ്റോറേജാണ്. പിന്നെ ബാക്കി ഇതിനകത്ത് എന്തൊക്കെയാണ് ചാർജർ, USB കേബിൾ, ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ് ഇത്രേ വരുന്നുള്ളൂ. 552 grams ആണ് ടോട്ടൽ വെയിറ്റ് വരുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് പെട്ടെന്ന് തന്നെ അൺബോക്സിങ് ചെയ്യാം. അപ്പോൾ നമുക്കിതൊന്ന് തുറക്കാം. ഇതുണ്ടല്ലേ ഡിസൈൻ തന്നെ ഈ ക്യാമറ മോഡ്യൂൾ ഒരു സെൻട്രലാണ് കൊടുത്തിരിക്കുന്നത്. ഡിസൈനിൽ കാണാം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. ടാബ്ലറ്റ് ഒന്ന് പുറത്തേക്ക് എടുക്കാം. ഇതിനകത്ത് എന്തൊക്കെയാണ് വരും നോക്കാം. നമുക്കിവിടെ ഒരു ചെറിയ മാനുവൽ ഇൻഫർമേഷനാണ്. അതുണ്ടല്ലേ അതിനകത്ത് മെമ്പർഷിപ്പ് കാർഡ്, അതേപോലെ ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ്, റെഡ് കേബിൾ ക്ലബിൻ്റെ മെമ്പർഷിപ്പ് കാർഡാണ്. പിന്നെ സേഫ്റ്റി ഗൈഡ്, ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ്. ഇതിനകത്ത് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് കണ്ടില്ലേ പവർ ആൻഡ് വോളിയം കീസിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇതിനകത്ത് വരുന്ന ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഹൈറസ് ഓഡിയോ സപ്പോർട്ട് ഉണ്ട്. അതേപോലെ ബ്ലൂടൂത്ത് വേർഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് സിം കാർഡിനുള്ള ഓപ്ഷൻ ഇല്ല. ഇതൊരു സാധാരണ വൈഫൈ ടാബ്ലറ്റാണ്. പിന്നെ നമുക്കിവിടെ കിട്ടുന്നത് ഒരു ചാർജിങ് കേബിളാണ്. OnePlusൻ്റെ സ്റ്റാൻഡേർഡ് ചാർജിങ് കേബിളാണ്. പിന്നെ ഒരു അഡാപ്റ്ററാണ്. ഇതിൻ്റെ വോൾട്ടേജ് റേറ്റ് നോക്കാം. 100 watt സൂപ്പർ വൂക്ക് ചാർജിങ് ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ചാർജിങ് ബ്രിക്ക്. 100 watt ചാർജിങ് ആണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത്. ഇനി നമുക്ക് ടാബ്ലറ്റ് ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഇതാണ് OnePlusൻ്റെ ടാബ്, OnePlus പാഡ്. അപ്പോൾ ഡിസൈൻ ലാംഗ്വേജ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടതുണ്ടല്ലേ. നല്ലൊരു ഫുൾ മെറ്റൽ ബോഡി ഡിസൈനാണ്. OnePlusൻ്റെ ലോഗോ കാണാം. ഒരു 13 MP ക്യാമറയും ഫ്ലാഷും കാണാം. വളരെ ഒരു സെൻട്രലായിട്ടാണ് അലൈൻ ചെയ്തിരിക്കുന്നത്. ഇത് നല്ലൊരു ഫിനിഷ് ഉണ്ട്. കേർവ്ഡ് എഡ്ജസ് ആണ്. 4 എഡ്ജും കേർവ്ഡ് ആണ്. പിന്നെ സ്ലിംനെസ്സിന് വളരെ സ്ലിം 6.5 mm തിക്നെസ് വരുന്നുള്ളൂ. നല്ലൊരു ഫോം ഫാക്ടർ ഉണ്ട്. ഇവിടെ കീബോർഡ് അറ്റാച്ച് ചെയ്യാനുള്ള ഒരു ഓപ്പണിംഗ് കാണാം. പിന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നത് സ്പീക്കർ യൂണിറ്റ്, USB Type-C പോർട്ടാണ് വരുന്നത്. ഇത് 67 watt ചാർജിങ് ആണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഓൾദോ 100 watt ചാർജർ ഉണ്ടെങ്കിൽ. പിന്നെ 4 സ്പീക്കേഴ്സ് ആണ് വരുന്നത്. ഇവിടെ നമുക്ക് പവർ ബട്ടൺ കാണാം. ഇവിടെ വോളിയം റോക്കർ കീസും കാണാം. മൈക്രോഫോൺസ് ആണ് വരുന്നത്. ഇവിടെ നമുക്കൊരു ഫ്ലാറ്റ് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ഒരു ഫ്ലാറ്റ് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. താഴത്താണെങ്കിൽ ഒരു കേർവ്ഡ് എഡ്ജാണ്. പിന്നെ ഡിസ്പ്ലേയിൽ നമ്മളൊന്ന് പവർ ഓൺ ചെയ്യാം. അപ്പോൾ നമ്മൾ ഡിസ്പ്ലേ പവർ ഓൺ ചെയ്തിരിക്കുകയാണ്. ഇതിനകത്ത് വരുന്നത് 11.61 inches IPS LCD ഡിസ്പ്ലേയാണ്. ബെസൽസ് മിനിമലാണ്. കാരണം ഒരു ടാബ്ലറ്റ് വേണ്ട അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബെസൽസാണ് വരുന്നത്. നമുക്ക് ഈക്വൽ അല്ലെങ്കിൽ യൂണിഫോം ബെസൽസ് എന്ന് പറയാം. ഒരു നല്ല ബ്രൈറ്റ് ഡിസ്പ്ലേ ഉണ്ട്. 500 nits ഓഫ് ബ്രൈറ്റ്നസ് ആണ് വരുന്നത്. നല്ല ടച്ച് റെസ്പോൺസും ആണ് കേട്ടോ. നല്ല സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഡിസ്പ്ലേ ക്വാളിറ്റി ഡെഫിനറ്റ്ലി കൊള്ളാം. നല്ല ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഇതിനകത്ത് ഡെഫിനറ്റ്ലി കിട്ടുന്നുണ്ട്. അതേപോലെ ടച്ച് റെസ്പോൺസും നല്ലതാണ്. പിന്നെ നമുക്കിവിടെ റിഫ്രഷ് റേറ്റിൻ്റെ കാര്യം പറയുന്നത് അപ് ടു 144 Hz റിഫ്രഷ് റേറ്റാണ് വരുന്നത്. ഞാൻ ഡിസ്പ്ലേ സെറ്റിങ്സിലേക്ക് ഒന്ന് പോകാം. അപ്പോൾ ഡിസ്പ്ലേ ആൻഡ് ബ്രൈറ്റ്നസ് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ഡിസ്പ്ലേ സ്ക്രീൻ റിഫ്രഷ് റേറ്റ് ഉണ്ട്. ഹൈ ആണ് കൊടുത്തിരിക്കുന്നത്. അതില്ലേ ഹൈ 144 Hz ആണ്. സ്റ്റാൻഡേർഡ് മാക്സിമം റിഫ്രഷ് റേറ്റ് 60 Hz ടു എന്താ പ്രിസർവ് ബാറ്ററിയാണ്. പിന്നെ ഹൈ എന്ന് പറഞ്ഞാൽ മാക്സിമം 144 Hz ആണ് വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷനും കൂടി ഉണ്ട്. അപ്പോൾ നല്ലൊരു സ്മൂത്ത് റിഫ്രഷ് റേറ്റ് ആണ് വരുന്നതെങ്കിൽ പറയാം. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഡെഫിനറ്റ്ലി ഡിസ്പ്ലേയിൽ കൊടുത്തിരിക്കുന്നത്. 500 nits വരെ പീക്ക് ബ്രൈറ്റ്നസ് ഉണ്ട്. നല്ല കളർഫുൾ ആൻഡ് വിവിഡ് ഡിസ്പ്ലേ ഉണ്ട്. വ്യൂയിങ് ആംഗിൾസിൻ്റെ കാര്യമാണെങ്കിൽ നല്ലതാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നല്ല ഒരു ഡിസ്പ്ലേ ആണ് ഡെഫിനറ്റ്ലി നമുക്ക് പറയാം. പിന്നെ ഇൻ ഹാൻഡ് യൂസേജിൽ എനിക്കൊന്നും കുഴപ്പമില്ല. ലാർജ് ടാബ്ലറ്റ് ആണെങ്കിൽ നല്ല വെയിറ്റ് ഡിസ്ട്രിബ്യൂഷനാണ്. നമുക്ക് ഇൻ ഹാൻഡിൽ വെയിറ്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇവിടെ വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ എനിക്ക് കുഴപ്പമില്ലെന്ന് തോന്നി. അപ്പോൾ നല്ല ഒരു പിന്നെ സ്ലിമ്മാണ്. മെറ്റൽ ബോഡി ആയതുകൊണ്ട് നല്ല ഗ്രിപ്പും കിട്ടുന്നുണ്ട്. ഓവറോൾ ഡിസൈനും ഡിസ്പ്ലേയും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ സോഫ്റ്റ്വെയറിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കിവിടെ OnePlusൻ്റെ Oxygen OS ആണ് വരുന്നത്. നമുക്കറിയാം Oxygen OS ആണ് OnePlusൻ്റെ എല്ലാ സ്മാർട്ട് ഫോണിലും വരാറ്. അത് തന്നെയാണ് ഇവിടെയും വരുന്നത്. നമുക്ക് എബൌട്ട് ഫോൺ എടുത്തു കഴിഞ്ഞാൽ ഇതിൽ Oxygen OS ആക്ച്വലി ഇൻഫാക്റ്റ് ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഞാൻ അപ്ഡേറ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. ജസ്റ്റ് റൈറ്റ് അവേ അൺബോക്സിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ OnePlus
ടാബാണ്. Dimensity 9000 ഒക്ടോകോർ പ്രോസസ്സറാണ്. 11.61 ഇഞ്ചസ് ആണ്. ബാറ്ററി കപ്പാസിറ്റി 9510 mAh ആണ്. നമുക്ക് കിട്ടിയിരിക്കുന്നത് 12 GB റാമാണ്. റിയർ ക്യാമറ 13ഉം ഫ്രണ്ട് ക്യാമറ 8 ആണ്. ആൻഡ്രോയിഡ് വേർഷൻ ആണെങ്കിൽ ആൻഡ്രോയിഡ് 13 ആണ്. സെക്യൂരിറ്റി പാച്ച് മാർച്ചിലാണ്. അപ്പം ലേറ്റസ്റ്റ് വേർഷൻ തന്നെയാണ് നമുക്ക് പറയാം. പിന്നെ OnePlus പൊതുവേ അപ്ഡേറ്റ് സൈക്കിളിൽ നല്ലൊരു ഇതായതുകൊണ്ട് തന്നെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ഒക്കെ നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ സോഫ്റ്റ്വെയറിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് കിട്ടില്ല. സോഫ്റ്റ്വെയർ അറേഞ്ച്മെൻറ്റ് നല്ലതാണ്. ഇവിടെ നമുക്ക് ജനറലി എല്ലാ സോഫ്റ്റ്വെയർ ഓപ്ഷൻസും നമുക്ക് OnePlusൻ്റെ ഓക്സിജൻ OSൽ കിട്ടുന്ന അതേ ഓപ്ഷൻസ് തന്നെ ഇവിടെ കിട്ടും. കളേഴ്സ്, ക്വിക്ക് സെറ്റിങ്സ്, ഫോണ്ട് ഐക്കൺ ചേഞ്ച് ചെയ്യാൻ, ലോക്ക് സ്ക്രീൻ, ഹോം സ്ക്രീൻ, ബ്രൈറ്റ്നസ്, അതേപോലെ സ്പെഷ്യൽ ഫീച്ചേഴ്സ് പോയി കഴിഞ്ഞാൽ സ്പ്ലിറ്റ് സ്ക്രീൻ, ഫ്ലെക്സിബിൾ വിൻഡോസ്, ഇതെല്ലാം നമുക്ക് ടാബിൽ യൂസ് ആവുന്ന കുറച്ച് നല്ല ഫീച്ചേഴ്സാണ്. കാരണം ഡ്യുവൽ വിൻഡോസൊക്കെ നമുക്ക് രണ്ടായി സ്പ്ലിറ്റ് ചെയ്യാം. ഫോണിലാണെങ്കിൽ പോലും ഇതിങ്ങനത്തെ ഫീച്ചേഴ്സ് യൂസ്ഫുൾ ആണ്. അപ്പോൾ ടാബിൽ ഡെഫിനറ്റ്ലി യൂസ്ഫുൾ ആവും. പിന്നെ സ്മാർട്ട് സൈഡ് ബാർ, ഇങ്ങനത്തെ ഓപ്ഷൻസ് എല്ലാം തന്നെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് റെഗുലറായി ഡിജിറ്റൽ വെൽബീയിങ്, അഡീഷണൽ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ സിസ്റ്റം നാവിഗേഷൻ, ബട്ടൺസ് ഓഫ് കസ്റ്റമൈസ് ചെയ്യാം, പിന്നെ അസിസ്റ്റ് ബോൾ, അങ്ങനത്തെ ഓപ്ഷൻസ് എല്ലാം തന്നെ USB OTG സപ്പോർട്ടും ഇൻക്ലൂഡ് ആണ്. അപ്പോൾ നല്ലൊരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഡെഫിനറ്റ്ലി പറയാം. ഈ നോട്ടിഫിക്കേഷൻ ടോഗിൾ എടുക്കുകയാണെങ്കിൽ കണ്ടില്ലേ, നല്ലൊരു എക്സ്പീരിയൻസ്. നമുക്ക് എല്ലാം തന്നെ ടോഗിൾസ് ഉണ്ട്. ഇവിടെ നോട്ടിഫിക്കേഷൻ ഒരു സിംഗിൾ പേജിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഡെഫിനറ്റ്ലി പറയാൻ സാധിക്കും. ഇനി പെർഫോമൻസിൻ്റെ കാര്യം പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു Dimensity 9000 ചിപ്പാണ്. LPDDR5 റാമോ UFS 3.1 സ്റ്റോറേജ് സപ്പോർട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡെഫിനറ്റ്ലി നല്ലൊരു പെർഫോമൻസ് ഓറിയൻറ്റ്. നമുക്കറിയാം Dimensity 9000 നല്ലൊരു പവർഫുൾ ചിപ്പാണ്. കഴിഞ്ഞ വർഷത്തെ ഫ്ലാഗ്ഷിപ്പ് ചിപ്പായിരുന്നു MediaTekൻ്റെ. അപ്പോൾ അത് നല്ലൊരു പവർഫുൾ ചിപ്പാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഡെഫിനറ്റ്ലി ഇവിടെ കിട്ടും. അപ്പോൾ അതിലൊരു സംശയമില്ല, നല്ലൊരു സ്മൂത്ത് എക്സ്പീരിയൻസ് നമുക്കിവിടെ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ പറയുകയാണെന്ന് വെച്ചാൽ ക്യാമറ ഒരു 13 മെഗാപിക്സൽ ക്യാമറയാണ്, റിയർ ക്യാമറയാണ് വരുന്നത്. അതേപോലെ ഒരു ഫ്രണ്ട് 8 മെഗാപിക്സൽ ക്യാമറയാണ്. HDR ഓട്ടോ മോഡ് അങ്ങനത്തെ ഓപ്ഷൻസ് ഉണ്ട്. വീഡിയോ റെക്കോർഡിംഗ് പോവുകയാണെങ്കിൽ നമുക്ക് റിയർ ക്യാമറയിൽ അപ് ടു 4K 30 FPS റെക്കോർഡിംഗ് സപ്പോർട്ടഡ് ആണ്. ഫ്രണ്ട് ക്യാമറയിലാണെങ്കിൽ നമുക്ക് അപ് ടു 1080p റെസൊല്യൂഷൻ സപ്പോർട്ടഡ് ആണ്. അതൊരു 8 മെഗാപിക്സൽ ക്യാമറയാണ്. റിയർ ക്യാമറയാണ് 13 മെഗാപിക്സൽ. ഇത് ക്യാമറയുടെ പർപ്പസ് ഡെഫിനറ്റ്ലി വീഡിയോ കോൾസിനാണ് വരുന്നുള്ളൂ. അല്ല നമുക്ക് സെൽഫിയൊക്കെ സാധാരണ ആരും ഇതിന്ന് എടുക്കാറില്ലല്ലോ. എങ്കിലും നമുക്ക് ബേസിക് ഓപ്ഷൻസ് ഉണ്ട്. ഫോട്ടോ മോഡ് പോയി കഴിഞ്ഞാൽ നമുക്ക് ബേസിക് ഓപ്ഷൻസ് കാണാം. HDR മോഡ്, പിന്നെ ഇവിടെ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ വാട്ടർമാർക്ക് അങ്ങനത്തെ ഓപ്ഷൻസ് എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് കുറച്ച് ക്യാമറ സാമ്പിൾസ് കൂടി കണ്ടേക്കാം. ഇത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടാബ്ലറ്റ് അല്ലെങ്കിലും കുറച്ച് ക്യാമറ സാമ്പിൾസ് നമുക്ക് കാണാം. ഇനി ഇതിൻ്റെ ബാറ്ററി ഞാൻ നേരത്തെ പറഞ്ഞാൽ 9510 mAh കപ്പാസിറ്റി ബാറ്ററിയാണ്. അത് നല്ലൊരു ബാറ്ററി കപ്പാസിറ്റി എന്ന് നമുക്ക് ഡെഫിനറ്റ്ലി പറയാം. കാരണം എന്താ വെച്ചാൽ നല്ലൊരു ടാബ്ലറ്റിന് എപ്പോഴും വേണ്ടി നല്ലൊരു ബാറ്ററി ലൈഫുമാണ്. അപ്പോൾ ഇതിലും നമുക്ക് അത് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ 67 വാട്ട് സൂപ്പർ വൂക്ക് ചാർജിങ് ഉണ്ട്. ഓൾദോ 100 വാട്ട് ചാർജറാണ് കൊടുത്തെങ്കിലും 67 വാട്ട് സൂപ്പർ വൂക്കാണ് വരുന്നത്. അപ്പോൾ അതും നല്ല ഒരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഓവറോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റി നല്ലതാണ്. ഫിറ്റ് ആൻഡ് ഫിനിഷ് നല്ലതാണ്. നല്ല ഡിസ്പ്ലേ എക്സ്പീരിയൻസ് ആണ്. വളരെ സ്ലിം ആണ്. സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസും നല്ലതാണ്. OnePlusൻ്റെ ഓക്സിജൻ OS നമുക്കറിയാം നല്ലൊരു സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് തരുന്നത്. അപ്പോൾ എല്ലാം കൊണ്ട് തന്നെ നല്ലൊരു ടാബ്ലറ്റാണ് പെർഫോമൻസ് വൈസും. വില 37,999 രൂപയാണ്. പിന്നെ ടോപ്പ് എൻഡ് വേരിയൻറ്റ് 39,999 രൂപയാണ്. അപ്പോൾ ഈ വിലയ്ക്ക് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഈ പ്രൈസ് നല്ലൊരു പവർഫുൾ ടാബ്ലറ്റാണ്. അപ്പോൾ നമുക്ക് നല്ലൊരു പെർഫോമിംഗ് ടാബ്ലറ്റാണ് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ് OnePlus പാഡ്. ഇനി നമുക്ക് OnePlus പാഡിൻ്റെ ബാക്കി 2 ആസ്പെക്ട്സും കൂടെ നോക്കാം. ഒന്ന് ഇതിൻ്റെ പെന്നാണ്. അപ്പോൾ പെന്നൊന്ന് ആദ്യം നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇതാണ് OnePlusൻ്റെ പെന്ന്. അപ്പോൾ ഇത് നമുക്ക് OnePlus എഴുതിയതാണ്. അവിടെ നല്ലൊരു സ്റ്റൈലിഷ് പെന്നാണ്. നമുക്ക് ടാബ് യൂസ് ചെയ്യാൻ വേണ്ടി ഇത് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് പവർ ചെയ്യുന്നതൊക്കെ ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം. ഞാൻ ഇത് സെറ്റപ്പ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതാണ് പെന്ന്. ഇതിൻ്റെ മാനുവൽ നോക്കിയാലേ നമുക്ക് അറിയാൻ പറ്റില്ല ഇതെങ്ങനെ പെയർ ചെയ്യണം എന്നുള്ളത്. മാനുവലിനകത്തുണ്ട്. ഇതാണ് പെന്ന്. വൈറ്റ് കളറിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ടെസ്റ്റ് ചെയ്തിട്ട് പറയാം. ഇത് ഡയറക്റ്റ് അൺബോക്സിങ് ആയതുവരെ ഞാൻ ടെസ്റ്റ് ചെയ്യാനുള്ള സമയം കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതാണ് പെന്ന്. അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞൊരു ഗ്രൂവ് ഉണ്ട്. അപ്പോൾ അത് നമുക്കിവിടെ അറ്റാച്ച് ചെയ്യാനുള്ള ഓപ്ഷനാണ്. കണ്ടില്ലേ, ഇവിടെ നമുക്ക് പെന്ന് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് തന്നെ നമുക്ക് ഇരുന്നോളൂ എന്നുള്ളതാണ് അതിൻ്റെ ഒരു ആസ്പെക്റ്റ്. ഇനി നമുക്ക് ഇതിൻ്റെ കീബോർഡും കൂടെ ഒന്ന് നോക്കാം. ഇതാണ് OnePlusൻ്റെ കീബോർഡ്. OnePlus മാഗ്നറ്റിക് കീബോർഡാണ് വരുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് കാണിച്ചു തരാം. ഇതാണ് കീബോർഡ്.
കീബോർഡിനകത്ത് കീബോർഡും അതിൻ്റെ ഒരു മാനുവലും മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇനി ഇത് കീബോർഡ് നമുക്ക് തുറന്നു കഴിഞ്ഞാൽ ഇതുണ്ടല്ലേ, നല്ലൊരു കീബോർഡ് എക്സ്പീരിയൻസ് ആണ്. ഫുൾ ഫ്ലെജ് കീബോർഡാണ്. എല്ലാ നമ്പർ പാഡും ഒരു മൗസ് പാഡും ട്രാക്കിംഗ് പാഡൊക്കെ ഉണ്ട്. നമുക്ക് അറ്റാച്ച് ചെയ്യണമെങ്കിൽ ഇതുണ്ടല്ലേ, ഇവിടെ ഒരു ഇതുണ്ട്, അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുണ്ടല്ലേ. അപ്പോൾ ഇതാണ് ഞാൻ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാമറയ്ക്കുള്ള കട്ട് ഇവിടെ നല്ലൊരു ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ലെതർ സ്റ്റൈൽ ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. നമ്മളങ്ങനെ തുറക്കുമ്പോൾ തന്നെ നമുക്ക് അറ്റാച്ച് ചെയ്യാം. ഇതുണ്ടല്ലേ, അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടൈപ്പിംഗ് ഒക്കെ ഇവിടെ ഡയറക്റ്റ്ലി ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ബേസിക് നമുക്ക് എല്ലാ എക്സ്പീരിയൻസും ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി നല്ലൊരു ടൈപ്പിംഗ് എക്സ്പീരിയൻസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. പ്രത്യേകിച്ച് നമ്മൾ ട്രാവലൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു യൂസ്ഫുള്ളായ ഒരു കീബോർഡാണ്. അതേപോലെ ഞാൻ വേറൊരു കാര്യം പറയാൻ പറഞ്ഞു, ഇതിനകത്ത് നമ്മൾ പെയർ ചെയ്യാൻ വെറുതെ ഇങ്ങനെ മുകളിൽ വെച്ചാൽ മതി. ഇതിൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ അതേപോലെ തന്നെ ചാർജിങ്ങും ഇതിന് മുകളിൽ വെച്ചിട്ടാണ്, വയർലെസ് ചാർജിങ് ആണ് ഈ പെന്നിനുള്ളത്. അപ്പോൾ നമുക്കിവിടെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ ചാർജിങ് ചെയ്യും. അപ്പോൾ വേറെ ഒരു ചാർജിങ് മെക്കാനിസം ഒന്നും വേണ്ട. അപ്പോൾ നമുക്കിതിൽ വളരെ നല്ല രീതിയിൽ നമുക്കിത് ഇടില്ലേ, നോട്ട് എടുക്കാനോ അല്ലെങ്കിൽ കോപ്പി ചെയ്യാനോ ഒക്കെ നല്ലൊരു യൂസ്ഫുള്ളായ ഒരു പെൻ ഇൻപുട്ടാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടല്ലേ നമുക്ക് നല്ല എളുപ്പത്തിൽ നമുക്ക് എല്ലാം തന്നെ ചെയ്യാൻ സാധിക്കും. അപ്പോൾ പെന്നുണ്ട്, കീബോർഡ് ഇതിനകത്തുണ്ട്. പെന്നിൻ്റെ കീബോർഡിന് വില എനിക്കിപ്പോൾ അറിയില്ല എത്രയാണ് വരുന്നത് എന്നുള്ളത്, ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. ഇത് ടാബ്ലറ്റിൻ്റെ കൂടെ അത് വരുന്നില്ല, സെപ്പറേറ്റ് ആയി മേടിക്കേണ്ട സാധനമാണ്. അപ്പോൾ ഇതിൻ്റെ വില ഞാൻ അപ്ഡേറ്റ് ചെയ്യാം എനിക്ക് ഡീറ്റെയിൽസ് കിട്ടുമ്പോൾ. അപ്പോൾ ഓവറോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു ടാബ്ലറ്റാണ് OnePlusൻ്റെ പാഡ്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഓഫർ ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ നല്ല ഹാർഡ്വെയറും കാര്യമായൊരു കംപ്ലയിൻസ് ഒന്നും പറയാനില്ല. നല്ലൊരു ബാറ്ററി ലൈഫ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഇതായിരുന്നു OnePlus പാഡിൻ്റെ അൺബോക്സിങ് ഹാൻഡ്സ് ഓൺ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നിരിക്കുന്നു. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബിനൊപ്പം തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.